ഇംപ്ലിമെൻറ്റ് ക്യൂ യൂസിങ് സ്റ്റാക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആയുധങ്ങൾ. രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് എടുക്കുന്നു, അത് കഴിഞ്ഞ് പേസ്റ്റ് എടുക്കുന്നു, അത് കഴിഞ്ഞേ കഴിക്കാറുള്ളൂ. നല്ല ശീലമുള്ളവരൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓർഡർ നിങ്ങൾക്കറിയാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യൂ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ക്യൂ യൂസ് ചെയ്യുകയാണ്, നമ്മുടെ രാവിലത്തെ സാധനങ്ങൾ എടുക്കാൻ ക്യൂ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ആദ്യം വേണ്ടത് എന്താണ്? ബ്രഷല്ലേ. അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ അകത്തൂടെ ബ്രഷിനെ കയറ്റി വെക്കുന്നു, പേസ്റ്റിനെ വെക്കുന്നു, ബിസ്ക്കറ്റിനെ എൻക്യൂ ചെയ്യും, പുഷ് ചെയ്യും. രാവിലെ എഴുന്നേൽക്കുന്നു, ഡി ക്യൂ, ക്യൂവിനെ വിളിക്കുന്നു, ക്യൂ ദാ ബ്രഷ് വന്നു, ഡി ക്യൂ പേസ്റ്റ് വന്നു, ഡി ക്യൂ ബിസ്ക്കറ്റ് വന്നു, പല്ല് കഴിക്കുന്നു, ബിസ്ക്കറ്റ് കഴിക്കും. ഓക്കെ, ഇത് ക്യൂ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. ഇതേ ഓർഡറിൽ തന്നെ ഒരു സ്റ്റാക്കിൽ കൊണ്ട് സാധനം ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ബ്രഷ് വെക്കുന്നു, പേസ്റ്റ് വെക്കുന്നു, ബിസ്ക്കറ്റ് വെക്കും. രാവിലെ എഴുന്നേൽക്കുന്നു, അയ്യോ ബിസ്ക്കറ്റ് ആദ്യം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ ഓർഡറിൽ സ്റ്റാക്കിൽ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഇതേ ഓർഡറിൽ തന്നെ വെക്കുകയും വേണം, പക്ഷേ ആദ്യം ബ്രഷ് കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ 2 സ്റ്റാക്ക് ഉപയോഗിക്കും. 2 സ്റ്റാക്ക് വെച്ച് ക്യൂവിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും ബ്രഷ് ആദ്യം വെച്ചേ പറ്റത്തുള്ളൂ. ഇത് വെക്കുന്നു, നമുക്ക് രണ്ടാമത് ക്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുഷ് ചെയ്യുമ്പം സാധനങ്ങൾ അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഒരു സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കും, ഒന്നും ചെയ്യുന്നില്ല. സാധാ സ്റ്റാക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ പുഷും പോപ്പും ആണല്ലോ നമ്മുടെ സ്റ്റാക്കിലെ ഓപ്പറേഷൻ. നമ്മൾ എൻക്യൂ ചെയ്യുമ്പോൾ അതേ ഓർഡർ തന്നെ എൻക്യൂ ചെയ്യുന്നു, അതേ ഓർഡർ തന്നെ നമ്മൾ പുഷ് ചെയ്യുന്നു സ്റ്റാക്ക്. പക്ഷേ ഡി ക്യൂ, ഈ ക്യൂ ആണല്ലോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഈ ക്യൂവിനെ ഡി ക്യൂ ചെയ്യുമ്പം നമ്മൾ ഈ 2 സ്റ്റാക്കിനെ വെച്ചിട്ട് എന്താ ചെയ്യുക? ഓരോ ഡി ക്യൂ ഓപ്പറേഷനും നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ സെക്കൻഡ് സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റാക്കിലെ എല്ലാ എലമെൻറ്റും നമ്മൾ ഫസ്റ്റ് സ്റ്റാക്കിനെ പോപ്പ് ചെയ്യുന്നു. പോപ്പ് ചെയ്ത് കിട്ടുന്ന എലമെൻറ്റ് സെക്കൻഡ് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റാക്കിൽ പോപ്പ് ചെയ്യുന്ന എലമെൻറ്റ് സെക്കൻഡ് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നു. പിന്നെയും സ്റ്റാക്ക് ഡോട്ട് പോപ്പ്, സ്റ്റാക്ക് 2 ഡോട്ട് പുഷ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാക്ക് 2വിൻ്റെ ലാസ്റ്റ് വെച്ച എലമെൻറ്റോ ഇല്ലെങ്കിൽ ചെയ്തിട്ട് ഒരു വട്ടം എടുത്താലും മതി. ഇതതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ സ്റ്റാക്ക് 2 ഡോട്ട് പുഷ് പോപ്പ് വിളിക്കുമ്പം നമുക്കിതാ ബ്രഷ് കിട്ടി. ഇനി ഇത് വിളിക്കുമ്പം ഇനി ഒരു സ്റ്റാക്ക് ഡോട്ട് പോപ്പിലൂടെ പേസ്റ്റ് കിട്ടി. പിന്നെ നമ്മൾ പാപ്പ് വിളിക്കുമ്പോൾ ബിസ്ക്കറ്റ് കിട്ടി. കണ്ടോ? അപ്പോൾ ഓരോ പോപ്പ് ഓപ്പറേഷനും ഇപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ രണ്ടാമത്തെ ഒരാൾ ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചേക്കുക, പുഷ് ചെയ്ത് വെച്ച് സ്റ്റാക്ക് 2 പിന്നെ എംപ്റ്റി ആയി. അപ്പോൾ നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ അയ്യോ ഇവിടെ എലമെൻ്റ് ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എലമെൻ്റ് ഇല്ലെങ്കിൽ ഇഫ് കണ്ടീഷനിൽ എലമെൻ്റ് ഇല്ലെങ്കിൽ സ്റ്റാക്ക് 1 എംപ്റ്റി ആവുന്നവരെ സ്റ്റാക്ക് 1 പോപ്പ് ചെയ്ത് സ്റ്റാക്ക് 2ലോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് സ്റ്റാക്ക് 2ൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, പിന്നെയും സ്റ്റാക്ക് 1ലോട്ട് അതേ ഓർഡറിൽ തന്നെ എൻക്യൂ ചെയ്യുന്നു, പോപ്പ് ചെയ്യുമ്പോൾ ഇതേ സംഭവം തിരിച്ചു ചെയ്യും. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ക്യൂ യൂസിങ് 2 stacks. താങ്ക് യു.